അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം സൂറത്തു ഇബ്രാഹീമിലെ 1 മുതൽ 12 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസുകളിലായി നാം പഠിച്ചു മനസ്സിലാക്കിയത്. അമ്പിയാക്കളും അവരുടെ സമൂഹങ്ങളും തമ്മിൽ നടന്നിട്ടുള്ള ആശയ സംവാദങ്ങളുടെ പശ്ചാത്തലമാണ് വിശദീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രവാചകന്മാർ വ്യക്തമായ തെളിവുകൾ സമൂഹങ്ങൾക്ക് നൽകിയിട്ടും അവരത് സ്വീകരിക്കാതിരിക്കുകയും വ്യത്യസ്തങ്ങളായ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു. അതിനു പുറമെ പ്രവാചകന്മാരെയും വിശ്വാസികളെയും അവർ ഉപദ്രവിക്കുവാനും ആരംഭിച്ചു. ആ സമയത്ത് പ്രവാചകന്മാർ പറഞ്ഞത്, ഞങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കുന്ന വിഷയത്തിൽ ഞങ്ങൾ ക്ഷമിക്കുക തന്നെ ചെയ്യും. ഭരമേൽപ്പിക്കുന്നവരൊക്കെ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. ആ നിലക്ക് തങ്ങളുടെ തവക്കുൽ അല്ലാഹുവിൽ അർപ്പിച്ചുകൊണ്ട് പ്രവാചകന്മാർ അവരുടെ ദൗത്യവുമായി മുന്നോട്ട് പോകുന്നതിനെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത്. തുടർന്നും അവരുടെ സംസാരം നമുക്ക് കാണാൻ കഴിയും. ആ വചനങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال الذين كفروا لرسلهم لنخرجنكم من أرضنا أو لتعودن في ملتنا. فأوحى إليهم ربهم لنهلكن الظالمين ولنسكننكم الأرض من بعدهم ذلك لمن خاف مقامي وخاف وعيد. واستفتحوا وخاب كل جبار عنيد. من ورائه جهنم ويسقى من ماء صديد. يتجرعه ولا يكاد يسيغه ويأتيه الموت
ويأتيه الموت من كل مكان وما هو بميت ومن ورائه عذاب غليظ. مثل الذين كفروا بربهم أعمالهم كرماد اشتدت به الريح اشتدت به الريح في يوم عاصف لا يقدرون مما كسبوا على شيء ذلك هو الضلال البعيد. പ്രവാചകന്മാരും അവരുടെ സമൂഹവും തമ്മിലുള്ള സംസാരത്തിൽ പിന്നീട് സത്യനിഷേധികൾ പറയുകയാണ്, വഖാലല്ലദീന കഫറു, സത്യനിഷേധികൾ പറഞ്ഞു, ലിറുസുലിഹിം, അവരുടെ പ്രവാചകന്മാരോട്. മുന്നിലേക്ക് കയറിയിരുന്നാൽ പിറകിലുള്ള ആളുകൾക്ക് മുന്നിലുള്ള സീറ്റുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഇരുന്നാൽ അതായിരിക്കും ഖൈർ ഇൻഷാ അല്ലാഹ്. മുന്നിൽ സീറ്റ് ഒഴിച്ചിടാതിരിക്കുക പരമാവധി. ബാറക്കല്ലാഹു ഫീക്കും. വഖാലല്ലദീന കഫറൂ ലിറുസുലിഹിം, സത്യനിഷേധികളായ ആളുകൾ അവരുടെ റസൂലുകളോട് പറഞ്ഞു. ലിറുസുലിഹിം, അവരുടെ റസൂലുകളോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ലനുഖ്രിജന്നകും മിൻ അർദിന, ഞങ്ങൾ നിങ്ങളെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും. അഖ്റജ യുഖ്രിജു ഇഖ്റാജൻ, പുറത്താക്കുക. ലനുഖ്രിജന്നകും, ഞങ്ങൾ നിങ്ങളെ പുറത്താക്കും. എവിടെ നിന്ന്? മിൻ അർദിന, ഞങ്ങളുടെ നാട്ടിൽ നിന്ന്, ഭൂമിയിൽ നിന്ന്. ഔ, അല്ലെങ്കിൽ ലതഊദുന്ന ഫീ മില്ലത്തിന, നിങ്ങൾ ഞങ്ങളുടെ മില്ലത്തിലേക്ക് മടങ്ങി വരണം. ആദ യഊദു ഔദൻ, മടങ്ങുക. ഔ ലതഊദുന്ന, അല്ലെങ്കിൽ നിങ്ങൾ മടങ്ങുക തന്നെ വേണം. എവിടേക്ക്? ഫീ മില്ലത്തിന, ഞങ്ങളുടെ മില്ലത്തിലേക്ക്, ഞങ്ങളുടെ മതം സ്വീകരിക്കണം, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പുറത്തു പോകണം എന്ന് എല്ലാ പ്രവാചകന്മാരോടും ആ നാട്ടിലുള്ള നിഷേധികൾ പറയുകയുണ്ടായി. ഫഔഹാ ഇലൈഹിം റബ്ബുഹും, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല, അവരുടെ രക്ഷിതാവായ അല്ലാഹു അവരിലേക്ക് വഹി നൽകി. ഫഔഹാ, ഔഹാ യൂഹി ഈഹാൻ, വഹി നൽകുക, സന്ദേശം നൽകുക. ഇലൈഹിം, അവരിലേക്ക്, അഥവാ റസൂലുകളിലേക്ക്. ആര്? റബ്ബുഹും, അവരുടെ റബ്ബ്, അവരുടെ രക്ഷിതാവ് വഹി നൽകി. എന്താണ് വഹിയിലെ ആശയം, കണ്ടന്റ് എന്താണ്? ലനുഹ്ലികന്നല്ലാലിമീൻ, ലനുഹ്ലികന്ന, നാം നശിപ്പിക്കുക തന്നെ ചെയ്യും. അഹ്ലക യുഹ്ലികു ഇഹ്ലാക്കൻ, നശിപ്പിക്കുക. ലനുഹ്ലികന്ന അല്ലാലിമീൻ, ലാലിമീങ്ങളെ, അക്രമികളെ നാം നശിപ്പിക്കുക തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ആയത്തിൽ നിന്ന് ധാരാളം പോയിന്റുകൾ മനസ്സിലാക്കാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട
ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതിലൊന്ന്, പ്രവാചകന്മാരും അതല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് പ്രബോധനം ചെയ്യുന്ന പ്രബോധകന്മാർ, തൗഹീദിലേക്ക് പ്രബോധനം ചെയ്യുന്ന ആളുകളും അവരുടെ സമൂഹവും തമ്മിൽ ആശയപരമായ സംവാദം എക്കാലഘട്ടത്തിലും നടന്നിട്ടുണ്ട്. ഇതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സത്യനിഷേധികളുടെ അവസാനത്തെ അടവാണ്. കാരണം ദാർശനികമായി ആദർശപരമായി നേരിടാൻ കഴിയാതിരിക്കുമ്പോൾ സത്യനിഷേധികൾ പറയുന്ന അവസാനത്തെ അടവാണ്, നിങ്ങളെ ഞങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കും, നിങ്ങൾ വേറെ നാട്ടിലേക്ക് പോയിക്കോ, ഈ നാട്ടിൽ നിങ്ങൾ നിൽക്കണ്ട. നമ്മുടെ നാടുകളിലും ചില ആളുകൾ പറയുന്നത് പോലെ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയിക്കോ അല്ലെങ്കിൽ മറ്റു നാടുകളിലേക്ക് പോയിക്കോ എന്ന് പറയുന്നത് പോലെ മുസ്ലിമീങ്ങളോട് അവർ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് പുറത്തു പോകാൻ സത്യനിഷേധികൾ എക്കാലഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ റസൂലായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയോട് അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മറ്റു ഒരുപാട് പ്രവാചകന്മാരോടത് അവർ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ പറയുന്ന മറ്റൊന്നാണ് ഘർ വാപ്പസി, ഔല തഊദുന്ന ഫീ മില്ലത്തിന, നിങ്ങൾ ഞങ്ങളുടെ മില്ലത്തിലേക്ക് മടങ്ങി വരണം, ഞങ്ങളുടെ സംസ്കാരം സ്വീകരിക്കുക. ഇനി അതല്ല മുസ്ലിമീങ്ങളായിട്ട് ജീവിക്കാനാണ് പുറപ്പാടെങ്കിൽ നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പുറത്തു പോവുക. അപ്പം രണ്ട് ഓപ്ഷൻ, ഔല തഊദുന്ന ഫീ മില്ലത്തിന, അഥവാ ഷിർക്കിൻ്റെ ബഹുദൈവാരാധനയുടെ ആദർശം, പൂർവികരുടെ ആദർശം സ്വീകരിക്കണം, തൗഹീദ് സ്വീകരിക്കുന്നവർ നാട്ടിൽ നിന്ന് പുറത്തു പോകണം. ഇതാണ് ഏതൊരു പ്രവാചകനോടും അവരുടെ സമൂഹം ഏറ്റവും അവസാനമായി പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫിലെ 88-ാമത്തെ ആയത്തിൽ കാണാം, ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമയോട് അവരുടെ ജനത പറഞ്ഞത്, ലനുഖ്രിജന്നക യാ ശുഐബു വല്ലദീന ആമനൂ മഅക മിൻ ഖറയതിനാ ഔ ലതഊദുന്ന ഫീ മില്ലത്തിനാ. ഓ ശുഐബ്, താങ്കളെ ഞങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കും. ലനുഖ്രിജന്നക യാ ശുഐബു വല്ലദീന ആമനൂ മഅക മിൻ ഖറയതിനാ, താങ്കളെയും താങ്കളിൽ വിശ്വസിച്ച വിശ്വാസികളെയും ഞങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കും. അല്ലെങ്കിൽ ഔ ലതഊദുന്ന ഫീ മില്ലത്തിനാ, ഞങ്ങളുടെ മില്ലത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണം, ഞങ്ങളുടെ ആദർശത്തിലേക്ക് മടങ്ങി വരണം, അല്ലെങ്കിൽ പുറത്താക്കും. ഇത് ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമയോട് അവർ പറഞ്ഞിട്ടുണ്ട്. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനത പറഞ്ഞത്, അഖ്രിജു ആല ലൂത്തിൻ മിൻ ഖറയതികും, ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയെയും കുടുംബത്തെയും നിങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കണം. ഇന്നഹും മുനാസുൻ യതതഹറൂൻ, അവർ വലിയ ശുദ്ധിയുള്ള ആളുകൾ, വലിയ സംസ്കാരത്തിൻ്റെ ആളുകൾ, വലിയ ധർമ്മത്തിൻ്റെ ആളുകളാണ്. അതുകൊണ്ട് അവർ സ്വവർഗരതി അംഗീകരിക്കുന്നില്ല. അങ്ങനെ സ്വവർഗരതിയും ലൈംഗിക അരാജകത്വവും അംഗീകരിക്കാത്തവർ നമ്മുടെ നാട്ടിൽ വേണ്ട, അവർ ഇവിടെ ജീവിക്കാൻ അർഹരല്ല, അതുകൊണ്ട് പുറത്തു പോകണം എന്ന് ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയോടും ജനതയോടും ആ നാട്ടിലുള്ള ആളുകൾ പറയുകയുണ്ടായി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൂറത്തുൽ ഇസ്രായിലെ 76-ൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഇൻ കാദൂ ലയസ്തഫിസ്സൂനക മിനൽ അർദ്, നാട്ടിൽ നിന്ന് നബിയെ താങ്കളെ വിരട്ടിവിടാൻ അവർ വിചാരിക്കുന്നു എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുക. ഇസ്തഫസ എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തുക, പേടിപ്പിക്കുക, വിരട്ടിവിടുക. അല്ലെങ്കിൽ ലിയുഖ്രിജൂക മിൻഹ, എന്തിനാണ് ഈ വിരട്ടുന്നത്? ഇവിടുന്ന് പുറത്തു പോകാൻ വേണ്ടി വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കുക. അങ്ങനെ പേടിപ്പിച്ച് അരക്ഷിതത്വം ഉണ്ടാക്കുക. അരക്ഷിതത്വം ഉണ്ടായാൽ എന്താകും? ആ വ്യക്തി സ്വയം തന്നെ ആ നാട്ടിൽ നിന്ന് പുറത്തു പോകും. അങ്ങനെ ഒരാളെ നാട്ടിൽ നിന്നും പുകച്ച് പുറത്ത് ചാടിക്കാൻ വേണ്ടി അവർ പല തന്ത്രങ്ങളും മെനയുകയും പറയുകയും പ്രഖ്യാപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ അവർ ചെയ്തിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. വഇദൻ ലാ യൽബസൂന ഖിലാഫക ഇല്ലാ ഖലീല, പക്ഷേ അവരങ്ങനെ ചെയ്താൽ നബിയെ താങ്കൾക്കെതിരിൽ അധിക കാലമൊന്നും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ സൂറത്തുൽ അൻഫാലിൽ നമുക്ക് കാണാൻ കഴിയും, അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, വഇദ് യംകുറു ബികല്ലദീന കഫറു, സത്യനിഷേധികൾ നബിയെ താങ്കളുടെ കാര്യത്തിൽ തന്ത്രം പ്രയോഗിക്കുന്നു. എന്തൊക്കെയാണ് അവരുടെ ഉദ്ദേശം? ലിയുസ്ബിതൂക, ഒന്നുകിൽ നബിയെ പിടിച്ച് ബന്ധനസ്ഥനാക്കണം, ജയിലിലിടണം. ഒരേർപ്പാട് അതാണ്, ജയിലിലിടുക, അവരെ ബന്ധനസ്ഥരാക്കുക. ഔ യഖ്തുലൂക്ക്, അല്ലെങ്കിൽ കൊന്നുകളയുക. രണ്ടാമത്തത് ഔ യുഖ്രിജൂക്ക്, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പുറത്താക്കുക. ഒന്നുകിൽ നാട്ടിൽ നിന്ന് പുറത്താക്കുക,
അല്ലെങ്കിൽ കൊന്നുകളയുക, അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കുക. ഇതൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നു. വയം ഖുറൂന വയം ഖുറുല്ലാഹ്, അവർ പ്ലാൻ ചെയ്യുമ്പോൾ അള്ളാഹുവും പ്ലാൻ ചെയ്യുന്നു. അവർ തന്ത്രം പ്രയോഗിക്കുന്നു. വയം ഖുറുല്ലാഹ്, അള്ളാഹുവും തന്ത്രം പ്രയോഗിക്കുന്നു. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, തന്ത്രം പ്രയോഗിക്കുന്നവരിൽ ഏറ്റവും ഹൈറായവൻ അള്ളാഹുവാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങളും നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്ത് ഇബ്രാഹീമിലെ ഈ ആയത്തും നമുക്ക് മനസ്സിലാക്കി തരുന്നത് വിശ്വാസികളോട്, തൗഹീദിൻ്റെ ആളുകളോട് എക്കാലഘട്ടത്തിലും ശിർക്കിൻ്റെ ആളുകൾ നാട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ മതം സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം. ഇനി ഇതിൽ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ പോയിന്റ് ശരിക്ക് ശ്രദ്ധിക്കുക. ഇത് വിശ്വാസികളുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഔഹാ ഇലൈഹിം റബ്ബുഹും, അപ്പോൾ അവരിലേക്ക് അവരുടെ രക്ഷിതാവ് വഹി നൽകി, പ്രവാചകന്മാർക്ക് അല്ലാഹു വഹി നൽകി, ലനുഹ്ലികന്നല്ലാലിമീൻ, ലാലിമീങ്ങളെ, അക്രമികളെ നാം നശിപ്പിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഈ പറഞ്ഞതിൽ 2 പോയിന്റ് ഉണ്ട്. അതിൽ ഒന്ന്, ഒരു ജനതയെ അവർ ജനിച്ച നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്നത് ഏറ്റവും വലിയ ളുൽമാണ്. കാരണം അതിനൊരു ബേസില്ല. ഭൂമിയിൽ ജീവിക്കാൻ, അതല്ലെങ്കിൽ ജനിച്ച നാട്ടിൽ ജീവിക്കാൻ ബഹുദൈവാരാധകർക്കേ അവകാശമുള്ളൂ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഒരു വ്യക്തിക്ക് അയാളുടേതായ ആദർശം, വിശ്വാസം, സംസ്കാരം, സ്വഭാവമുണ്ട്. അത് മറ്റൊരാൾക്ക് ഉപദ്രവമാവാത്ത കാലത്തോളം ആ വ്യക്തി ആ നാട്ടിൽ ജീവിക്കുന്നതിന് എന്ത് പ്രശ്നമാണുള്ളത്? ഒരു പ്രശ്നവുമില്ല. ഓരോ വ്യക്തിക്കും ഈ ഭൂമി അള്ളാഹുവിൻ്റെതാണ്. ആ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. എല്ലാ വ്യക്തികൾക്കും അവർ ജനിച്ച നാട്ടിൽ ജീവിക്കാനുള്ള അവകാശം തുല്യമാണ്, തുല്യമായ അവകാശമാണ്. അത് മതത്തിൻ്റെ പേരിൽ, ആദർശത്തിൻ്റെ പേരിൽ ഒരു ജനതക്ക് അത് പാടില്ല, നിങ്ങളിവിടെ നിൽക്കരുത് എന്ന് പറയാൻ എന്തവകാശമാണുള്ളത്? എന്ന് മാത്രമല്ല, ഭൂമിയിൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിക കാഴ്ചപ്പാടോടുകൂടി വീക്ഷിക്കുകയാണെങ്കിൽ റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുന്നത്, ഈ ഭൂമുഖത്ത് ജീവിക്കാൻ, ഒരു നാട്ടിൽ ജീവിക്കാൻ ഏറ്റവും അർഹത തൗഹീദുള്ള ആളുകൾക്കാണ്. എന്നിരിക്കെ ബഹുദൈവാരാധകരായ ആളുകൾ തൗഹീദിൻ്റെ ആളുകളോട് നിങ്ങൾ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്തവരാണ് എന്ന് പറയലും അവരെ പുറത്താക്കലും ഏറ്റവും വലിയ ളുൽമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത് ലനുഹ്ലികന്നല്ലാലിമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലാലിമീങ്ങളായ ആളുകളെ നശിപ്പിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഇതാണ് അതിലെ ഒന്നാമത്തെ പോയിന്റ്. കാരണം ഒരു നാട്ടിൽ ജീവിക്കാൻ എല്ലാവർക്കും തുല്യ അവകാശമാണ്. അതല്ലാതെ ഇത് ഞങ്ങളുടെ നാടാണ് നിങ്ങളുടേതല്ല എന്ന് പറയാൻ എന്ത് അവകാശമാണ്, എന്ത് ന്യായമാണ്, എന്ത് നീതിയാണ് ഉള്ളത്? അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. ഇത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷ വാർത്തയാണ്. അതേ സന്ദർഭത്തിൽ ഈ രൂപത്തിൽ വിശ്വാസികളോട് പറയുന്നവർക്കുള്ള താക്കീതുമാണ്. എന്താണത്? കാര്യങ്ങൾ ഇവിടെ വരെ എത്തിയാൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം സമൂഹങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, അമ്പിയാക്കൾ, നമ്മൾ നേരത്തെ സംസാരിച്ചു, ഒരുപാട് ആയത്തുകളിൽ അമ്പിയാക്കളും സമൂഹവും തമ്മിൽ സംവാദമാണ്. പക്ഷെ അവിടെയൊന്നും ഏതുവരെ എത്തിയിട്ടില്ല വിഷയം, ഈ പറഞ്ഞിടത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ ലാസ്റ്റ് അവർ പറയുന്ന എന്താണ്? ഇനി നിങ്ങളെ ഈ നാട്ടിൽ നിൽക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല, നിങ്ങളെ ഞങ്ങൾ ഇവിടുന്ന് പുറത്താക്കും, അല്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളയും, അല്ലെങ്കിൽ ഞങ്ങളുടെ മതത്തിലേക്ക് തിരിച്ചു വരണം. കാര്യങ്ങൾ ഇത്രയിടം വരെ എത്തിയാൽ പിന്നെ റഹ്മാനായ റബ്ബിൻ്റെ ശിക്ഷ വരികയായി. ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഈ വാദം ഏതെങ്കിലും ഒരു സമൂഹത്തിൽ ശക്തമാവുകയും അവർ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്താൽ മനസ്സിലാക്കിക്കോളൂ, റഹ്മാനായ റബ്ബിൻ്റെ സഹായം വരികയായി, അതിനുള്ള സമയമായി. ഇത് ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ്. ഒരു ജനതയെ ഒരു നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ആ പുറത്താക്കുന്നവരുടെ നാശം അടുത്തിരിക്കുന്നു. ഏതെങ്കിലും ഒരു നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കടുത്ത പരീക്ഷണത്തിന് അവരെ വിധേയമാക്കുന്നതാണ് എന്ന് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്-സഈദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി,
വലിഹാദാ ലമ്മ ഇൻതഹാ മക്റുഹും ബിർറുസുലി ഇലാ ഹാദിഹിൽ ഹാൽ മാ ബഖിയ ഹീനഇദിൻ ഇല്ലാ അൻ യുംളിയല്ലാഹു അംറഹു വയൻസുറ ഔലിയാഅഹു ഫഔഹാ ഇലൈഹിം റബ്ബുഹും ലനുഹ്ലികന്നൽ-ളാലിമീൻ ബിഅൻവാഇൽ ഉഖൂബാത്ത്. അദ്ദേഹം പറയുന്നത്, പ്രവാചകന്മാരോടുള്ള സംസാരവും അവർക്കെതിരെയുള്ള തന്ത്രങ്ങളും ഈ ഒരു പോയിന്റിലെത്തിയാൽ, അഥവാ നാട്ടിൽ നിന്ന് പുറത്താക്കുക, അല്ലെങ്കിൽ മതം സ്വീകരിക്കുക, അവരുടെ മതം സ്വീകരിക്കുക, ആ നിലക്കുള്ളൊരവസ്ഥയിലേക്ക് എത്തിയാൽ പിന്നെ റഹ്മാനായ റബ്ബിൻ്റെ അടുത്ത് മാ ബഖിയ, ഇനി അവശേഷിക്കുന്നില്ല എന്തല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ളാലിമീങ്ങളെ അവരെ നശിപ്പിക്കുന്നതാണ്. എങ്ങനെ? നമ്മൾ സങ്കല്പിക്കുന്ന ഒരു രൂപത്തിലാവണമെന്നില്ല. അതെപ്പോഴും വലിയ നൂഹ് നബിയുടെ കാലഘട്ടത്തിലുണ്ടായ വെള്ളപ്പൊക്കം പോലെ തന്നെ ആവണമെന്നില്ല. അതേ രൂപത്തിലല്ലല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിനെയും കൂട്ടരെയും നശിപ്പിച്ചത്. അതേ രൂപത്തിലല്ലല്ലോ ആദ് സമൂഹം നശിപ്പിക്കപ്പെട്ടത്. അതേ രൂപത്തിലല്ലല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരാളികൾ നശിപ്പിക്കപ്പെട്ടത്. ഓരോ കാലഘട്ടത്തിനനുസരിച്ചാണ് ആ നാശമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ബി അൻവാഇൽ ഉഖൂബാത്ത്, വ്യത്യസ്തങ്ങളായ ശിക്ഷകളാണ്. സാമ്പത്തിക നഷ്ടമാവാം, ദാരിദ്ര്യമാവാം, മോശം ഭരണാധികാരികളാവാം, നാട്ടിൽ നീതിയും ന്യായവും ആർക്കും ലഭിക്കാത്ത അവസ്ഥയാകാം, തുടങ്ങി വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങളാണ്. അതല്ലാതെ അതെപ്പോഴും ഒരു ഭൂകമ്പം തന്നെയാവും, അതെപ്പോഴും ഒരു വെള്ളപ്പൊക്കം തന്നെയാകും എന്നാരും കരുതണ്ട. മറിച്ച് ഒരു സമൂഹത്തിൻ്റെ സ്റ്റെബിലിറ്റി, അതിൻ്റെ സമാധാനം, അതിൻ്റെ ശാന്തി എല്ലാം നഷ്ടപ്പെടുകയും എല്ലാ അർത്ഥത്തിലും അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയും കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സംജാതമാക്കുകയും ഒരു ജനത തന്നെ നശിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. എപ്പോഴാണത് ഉണ്ടാവുന്നത്? വിശ്വാസികളെ പീഡിപ്പിക്കുമ്പോൾ, അവരെ ഉപദ്രവിക്കുമ്പോൾ, അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ, അവരെ മതത്തിലേക്ക് അഥവാ ബഹുദൈവാരാധനയുടെ മതത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകുവാൻ ശ്രമിക്കുമ്പോൾ ഈ അവസ്ഥ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അമ്പിയാക്കൾക്ക് അല്ലാഹു വഹി നൽകി, ഫഔഹാ ഇലൈഹിം റബ്ബുഹും ലനുഹ്ലികന്നൽ-ളാലിമീൻ. തീർന്നില്ല, രണ്ടാമത് പറയുന്നത് ഒന്നുകൂടി ശ്രദ്ധിക്കൂ. വലനുസ്കിനന്നകുമുൽ അർദ മിൻ ബഅദിഹിം. വലനുസ്കിനന്നകും, അസ്കന യുസ്കിനു, താമസിപ്പിക്കുക. വലനുസ്കിനന്നകുമുൽ അർദ മിൻ ബഅദിഹിം, അവരെ നശിപ്പിച്ചതിന് ശേഷം നിങ്ങളെ നാം ആ നാട്ടിൽ താമസിപ്പിക്കുന്നതാണ്. നിങ്ങളാണ് ജീവിക്കാൻ അർഹർ, താമസിക്കാൻ അർഹർ. പ്രവാചകന്മാർക്കും വിശ്വാസികൾക്കും അല്ലാഹു ഭൂമിയിൽ ആധിപത്യം നൽകി. അതൊരു വേള ആ മണ്ണിൽ തന്നെ ആവണമെന്നില്ല, മറ്റൊരു മണ്ണിലാണെങ്കിലും. വലനുസ്കിനന്നകുമുൽ അർദ മിൻ ബഅദിഹിം, അവർ നശിപ്പിക്കപ്പെട്ടാലും അല്ലാഹു നിങ്ങൾക്ക് ഭൂമിയിൽ താമസ സൗകര്യവും ആധിപത്യവും സമാധാനവും ശാന്തിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. തഅക്കീദ് കൊണ്ടാണ് പറഞ്ഞത്. വലനുസ്കിനന്നകും, നിങ്ങളെ താമസിപ്പിക്കുക തന്നെ ചെയ്യും. അൽ അർള, ഭൂമിയിൽ, നാട്ടിൽ. മിൻ ബഅദിഹിം, അവർക്ക് ശേഷം, അവരെ നശിപ്പിച്ചതിന് ശേഷം, നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാനും നിങ്ങളെ കൊല്ലാനും ശ്രമിച്ചവരെ നശിപ്പിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഭൂമിയിൽ താമസിക്കാനുള്ള സൗകര്യം അല്ലാഹു നൽകുന്നതാണ്. റബ്ബിൻ്റെ ഭൂമിയാണ്, അല്ലാഹുവിൻ്റെ അടിമകളാണ്. കാര്യങ്ങൾ ആത്യന്തികമായി തീരുമാനിക്കുന്ന ജനങ്ങളുടെ രാജാവ് അല്ലാഹുവാണ്. മലിക്കിന്നാസ്, ജനങ്ങളുടെ രാജാവ് അല്ലാഹുവാണ്. ആ റഹ്മാനായ റബ്ബ് നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കും. പക്ഷേ ഇനി പറയുന്ന ഭാഗം അടിവരയിട്ട് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതെ നേരത്തെ പറഞ്ഞ ആയത്തിലെ ആശയങ്ങൾ ആലോചിച്ച് സന്തോഷിച്ചിട്ട് കാര്യമില്ല. പിന്നെന്ത് വേണം? ഈ ആയത്തിൽ അല്ലാഹു ഈ ഓഫർ ആർക്കാണ് എന്ന് അവിടെ പ്രത്യേകം നോട്ട് ചെയ്ത് പറയുന്നുണ്ട്. ഇങ്ങനൊരു ഓഫറുണ്ട്, നമ്മളൊക്കെ കേട്ടു. പക്ഷെ അത് ആർക്കാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ദാലിക, ഈ പറഞ്ഞത് ആർക്കാണ്? ലിമൻ, ഒരാൾക്കാണ്, ഒരു വ്യക്തിക്കാണ്, ഒരു സമൂഹത്തിനാണ്. എന്താണ് അവരുടെ പ്രത്യേകത? ഖാഫ മഖാമീ, എൻ്റെ മുന്നിൽ നിൽക്കണമെന്ന പേടിയും ബോധവും ബോധ്യവുമുള്ള മനുഷ്യന്മാർക്ക് മാത്രമുള്ള വാഗ്ദാനമാണ്. എന്താണ് ഇവിടെ ലിമൻ ഖാഫ മഖാമി? എൻ്റെ മഖാമിനെ ഭയപ്പെടുക എന്നാണ് അള്ളാഹു പറഞ്ഞത്. എന്താണ് അള്ളാഹുവിൻ്റെ മഖാമിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് തഫ്സീറാണുള്ളത്. ഒന്നാമത്തെ തഫ്സീർ, റബ്ബിൻ്റെ സ്ഥാനം മനസ്സിലാക്കുന്നവർ
അള്ളാഹുവിൻ്റെ ഒരു മഖാമുണ്ട്, റബ്ബിൻ്റെ ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തെ റഹ്മാനായ റബ്ബിനെ ഭയപ്പെടണം. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. റഹ്മാനായ റബ്ബിൻ്റെ മഖാമിനെ ഭയപ്പെടുന്നവർക്ക് 2 സ്വർഗമുണ്ട്. അള്ളാഹുവിനെ ഭയപ്പെടണം, റഹ്മാനായ റബ്ബിനെ പേടിച്ച് ജീവിക്കണം, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണം. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി. അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ടുന്ന മുറപ്രകാരം കണക്കാക്കിയിട്ടില്ല എന്ന് മനുഷ്യരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ? അങ്ങനെ ആവാൻ പാടില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ ഖദർ അറിയണം, റബ്ബിൻ്റെ അസ്മാകളും സിഫാത്തുകളും അറിയണം, ആ പടച്ചറബിൻ്റെ വലിപ്പം അറിയണം, അവൻ്റെ ഏകത്വം അംഗീകരിക്കണം. അള്ളാഹുവിൻ്റെ മഖാമിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ആദ്യം കടന്നു വരുന്നത് തൗഹീദ് സ്വീകരിക്കലാണ്. ഷിർക്ക് ഒരു നിലക്കും ജീവിതത്തിൽ സ്വീകരിക്കാതിരിക്കലാണ്. ഷിർക്കിൻ്റെ ആളുകൾക്ക് ഈ ഓഫർ ഇല്ല എന്നാണ് പറയുന്നത്. കുഫറിൻ്റെ ആളുകൾക്ക്, ഷിർക്കിൻ്റെ ആളുകൾക്ക്, പടച്ചറബിനെ പേടിക്കാതെ ജീവിക്കുന്ന തോന്നിവാസികളായ ആളുകൾക്ക്, ഹറാമിൻ്റെ ആളുകൾക്ക് ഈ ഓഫർ ഇല്ല. മറിച്ച് ദാലിക ലിമൻ ഖാഫ മഖാമി, എൻ്റെ മഖാമിനെ ഭയപ്പെടുന്ന, എൻ്റെ സ്ഥാനത്തെ ഭയപ്പെടുന്ന ആളുകൾക്കാണ്. അതാണ് അതിൻ്റെ ഒന്നാമത്തെ തഫ്സീർ. രണ്ടാമത്തെ തഫ്സീർ സൂറത്തുൽ മുത്തഫിഫീനിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്ന മരണാനന്തര ജീവിതത്തെ ഭയപ്പെടുന്നവർക്ക് എന്നാണ്. അഥവാ യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്നതിനെ ഭയപ്പെടുന്ന ആളുകൾ, അങ്ങനെ നിൽക്കുന്ന ദിവസം എന്നാണ് പറഞ്ഞത്. യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ ജനങ്ങൾ നിൽക്കുന്ന വിചാരണയുടെ ദിവസം, അള്ളാഹുവിൻ്റെ മുന്നിൽ പോയി നിൽക്കണമെന്ന് പേടിക്കുന്ന, ഖിയാമത്ത് നാളിനെ ഭയപ്പെടുന്ന, നരകത്തെ ഭയപ്പെടുന്ന ആളുകൾക്കാണ് എന്നാണ്. ഇതാണ് അധിക മുഫസ്സിരീങ്ങളും സ്വീകരിച്ച അർത്ഥം, തഫ്സീർ. അള്ളാഹുവിൻ്റെ മുന്നിൽ പോയി നിൽക്കണമെന്ന് പേടിക്കുന്ന, ഹിസാബിനെ ഭയപ്പെടുന്ന ആളുകൾ, അവർ വിശുദ്ധിയുള്ള ജീവിതം നയിക്കുന്നവരായിരിക്കും. അവർ ഷിർക്കിൽ നിന്ന് ബഹുദൂരം അകലെയാണ്, കുഫറിൽ നിന്ന് ബഹുദൂരം അകലെയാണ്, ബിദ്അത്തിൽ നിന്ന് അവർ അകലെയാണ്, ഖുറാഫാത്തിൽ നിന്ന് അവർ അകലെയാണ്. ഇസ്ലാം ഹറാമാക്കിയ വ്യഭിചാരം, മദ്യം, പലിശ തുടങ്ങി എന്തെല്ലാമുണ്ടോ അതിൽ നിന്നൊക്കെ അവർ അകലെയാണ്. കളവ് പറയൽ, വഞ്ചിക്കൽ, ചതിക്കൽ, കള്ളക്കച്ചവടം ചെയ്യൽ തുടങ്ങിയവയിൽ നിന്നൊക്കെ അവർ അകലെയാണ്. ഗീബത്ത്, നമീമത്ത് തുടങ്ങിയവയിൽ നിന്നൊക്കെ അവർ അകലെയാണ്. അങ്ങനെയുള്ള ആളുകൾക്കാണ് റബ്ബിൻ്റെ മുന്നിൽ നിൽക്കണമെന്ന പേടിയോടുകൂടി ജീവിതത്തെ ശുദ്ധീകരിക്കുകയും ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുകയും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു ജനതക്കുള്ള ഓഫറാണ്. എങ്കിൽ പരിശോധിക്കുക, ഈ ഓഫർ ലഭിക്കാൻ ഞാനും നിങ്ങളും അർഹരാണോ? നമ്മുടെ സമൂഹം അർഹനാണോ? നമ്മുടെ രാജ്യത്തിലുള്ളവർ അർഹരാണോ? തൗഹീദിൻ്റെ വിഷയത്തിൽ അവരെവിടെയാണ്? സുന്നത്തിൻ്റെ വിഷയത്തിൽ എവിടെയാണ്? ധാർമ്മിക ജീവിതത്തിൻ്റെ വിഷയത്തിൽ എവിടെയാണ് എന്ന് പരിശോധിച്ചാൽ എന്തുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം വാഗ്ദാനങ്ങൾ, ഇത്തരം ഓഫറുകൾ നമുക്ക് ലഭിക്കാത്തത് എന്ന് ബോധ്യപ്പെടുന്നതാണ്. ശ്രദ്ധിക്കുക. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖാഫ വഈദ്, എൻ്റെ താക്കീതുകളെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. നോക്കൂ, ദാലിക ലിമൻ ഖാഫ മഖാമി വഖാഫ വഈദ്. അവിടെ ഖൗഫിനെ 2 തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. ഇല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, ദാലിക ലിമൻ ഖാഫ മഖാമി വഈദ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അങ്ങനെ പറയാതെ ദാലിക ലിമൻ ഖാഫ മഖാമി വഖാഫ വഈദ്, ഖൗഫ് 2 തവണ ആവർത്തിച്ചു. എന്തിനാണത്? സർവോപരി മനുഷ്യജീവിതം അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയപ്പാടിൽ അധിഷ്ഠിതമായിരിക്കണം എന്നാണ്. അള്ളാഹുവിൻ്റെ മുന്നിൽ വിചാരണക്ക് പോയി നിൽക്കുന്നതിനെ ഭയപ്പെടണം, റഹ്മാനായ റബ്ബിൻ്റെ ഉന്നതമായ സ്ഥാനത്തിന് ഗൗരവം കാണണം. അതോടൊപ്പം റബ്ബ് നൽകുന്ന താക്കീതുകൾ എത്ര ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് പരലോകത്ത് വലിയ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുമെന്ന ചിന്ത. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും 2 ഖബറിൻ്റെ അടുക്കലൂടെ, റീസൻ്റ്ലി മറമാടപ്പെട്ട 2 ഖബറിൻ്റെ അടുക്കലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും നടക്കുകയാണ്. ആ ഖബറിൽ അവർ ശിക്ഷിക്കപ്പെടുന്നതും, അടികൊണ്ട്, വേദന കൊണ്ട്, ശിക്ഷ കൊണ്ട് അവർ ആർത്ത് കരയുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കേൾപ്പിച്ചു കൊടുത്തു, അള്ളാഹുവിൻ്റെ റസൂലിന് അറിയിച്ചു കൊടുത്തു. കാരണം എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നതല്ല, എല്ലാവർക്കും അറിയാൻ പറ്റുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇവർ 2 പേരും ശിക്ഷിക്കപ്പെടുകയാണ്. ഫഇന്നഹുമാ യുഅദ്ദബാൻ, ഇവർ 2 പേരും ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅദ്ദബാനി ബികബീർ, വലിയ പാപം കാരണമല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത്.
എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയ ഗൗരവത്തിൽ കാണുന്ന വിഷയത്തിലല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, നബി അവർ ചെയ്ത തെറ്റെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവരിൽ ഒരാൾ മൂത്രമൊഴിച്ചാൽ ശുദ്ധിയാക്കുന്നതിൽ വീഴ്ച വരുത്തിയ ആളാണ്, ശുദ്ധീകരിക്കാത്ത ആളാണെന്നല്ല, മറിച്ച് നജസിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്ത ആളാണ്. മൂത്രമൊഴിക്കുമ്പോൾ മറ സ്വീകരിക്കാതിരിക്കൽ അതിൽ ഉൾപ്പെടുന്നു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ലാ യസ്തതിറു മിനൽ ബൗൽ എന്നൊരു റിവായത്തിലുണ്ട്, മൂത്രമൊഴിക്കുമ്പോൾ ഔറത്ത് മറക്കാതിരിക്കുക നിസ്സാര കാര്യമല്ല. അതേപോലെ തന്നെ മറ്റൊരു റിവായത്തിലുള്ളത് ലാ യസ്തൻസിഹു മിനൽ ബൗൽ, മൂത്രമൊഴിച്ചാൽ നന്നായി വൃത്തിയാക്കൂല. എന്തുകൊണ്ട് ഉലമാക്കൾ അതിനെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞു? ഒന്ന്, നമ്മുടെ ശരീരം നജസിൽ നിന്ന് ശുദ്ധിയായാലേ നമസ്കാരം സ്വീകരിക്കപ്പെടൂ. അതുകൊണ്ട് ശുദ്ധിയുടെ കാര്യം ശ്രദ്ധിക്കണം. നജസ് പരിപൂർണമായും ഒഴിഞ്ഞു പോയിട്ടുണ്ട്, ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് എന്ന് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ആധുനിക കാലഘട്ടത്തിലെ ടോയ്ലറ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവിടങ്ങളിലൊക്കെ നജസ്സുകൾ ഉണ്ടാകാം. ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അവിടെയുള്ള നജസ് വരെ നമ്മുടെ ഡ്രസ്സിലേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കണം. ഇങ്ങനെ തൻ്റെ നജസിൻ്റെ കാര്യത്തിലും തഹാറയുടെ കാര്യത്തിലും ശുദ്ധിയുടെ കാര്യത്തിലും ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിക്കാത്തവർ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നു. കാരണം അവരുടെ നമസ്കാരത്തിൽ പാകപ്പിഴവുണ്ടായിട്ടുണ്ട്. കാരണം അവർ നജസിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കാണിച്ചില്ല. ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. രണ്ടാമത്തെ ആളെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞത് നമീമത്തുമായി നടക്കുന്ന ആളാണ്. യംഷി ബിൻ നമീമ, നമീമത്ത് ഗീബത്ത് പറയാ, നമീമത്ത് പറയാ. ഖബറിൽ ശിക്ഷയുണ്ടതിന്, ഖബറിൽ ശിക്ഷയുണ്ട്. അള്ളാഹു പുറത്ത് നൽകുന്നില്ലെങ്കിൽ, പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നില്ലെങ്കിൽ ഖബറിൽ അതിൻ്റെ ശിക്ഷയുണ്ട് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും മുസ്ലിമീങ്ങളാണ്, സത്യനിഷേധികളല്ല, മുസ്ലിമീങ്ങളാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അവർ ശിക്ഷിക്കപ്പെടുന്നുണ്ട് ഈ കാരണങ്ങൾ കൊണ്ട്. ഇല്ലായിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ അവർ ശിർക്കും കുഫറും കാരണമാണ് ശിക്ഷിക്കപ്പെടുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാരണമാണ് പറയുക, അതല്ല പറഞ്ഞത്, ഈ കാരണമാണ് പറഞ്ഞത്. അതാണ് ദാലിക ലിമൻ ഖാഫ മഖാമി വഖാഫ വഈദ്. എൻ്റെ താക്കീതുകളെ ഭയപ്പെടണം. അതെത്ര ചെറിയ വിഷയത്തിലാണെങ്കിലും ശരി. ഒരു പൂച്ചയെ കെട്ടിയിട്ട് അതിന് വെള്ളവും ഭക്ഷണവും കൊടുക്കാതെ വിശന്ന് ആ പൂച്ച ചത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെ ചെയ്ത ആ സ്ത്രീ നരകത്തിലാണ് എന്നാണ്. നാം നമ്മുടെ വീട്ടിൽ പക്ഷികളെ വളർത്തുന്നു, പൂച്ചയെ വളർത്തുന്നു, പലതിനെയും വളർത്തുന്നു. വാങ്ങുമ്പോഴുള്ള ആവേശം നോക്കാനുണ്ടാവില്ല. ചിലപ്പം ദിവസങ്ങളോളം വെള്ളം കൊടുക്കാതിരിക്കും, ഭക്ഷണം കൊടുക്കാതിരിക്കും, പക്ഷികൾ ചത്തുപോകുന്നു, പൂച്ച ചത്തുപോകുന്നു, കിളികൾ അതേപോലെയുള്ള എന്ത് മൃഗങ്ങളാണോ ചത്തുപോകുന്നു, നോക്കുന്നില്ല, ആവേശം കൊണ്ട് വാങ്ങുന്നു. വാങ്ങിയാൽ പിന്നെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളതിനൊരു ടാങ്കിലാക്കി, നമ്മളതിനൊരു കൂട്ടിലാക്കി. അതുകൊണ്ടാണ് ഉലമാക്കൾ ചോദിക്കപ്പെട്ടു, മീനിനെ വളർത്താമോ? ഉത്തരം, വളർത്താം. ലവ് ബേർഡ്സ്, പക്ഷികളെ കൂട്ടിലിട്ട് വളർത്താമോ? വാങ്ങിയിട്ട് വളർത്താം. പക്ഷേ കണ്ടീഷൻ ഉണ്ട്. എന്താണ്? പ്രോപ്പറായിട്ട് അതിന് വെള്ളവും കൊടുക്കണം, ഭക്ഷണവും കൊടുക്കണം, അതിനെ സംരക്ഷിക്കണം. എന്താണ് അതിനുള്ള തെളിവ്? നേരത്തെ പറഞ്ഞ ഹദീസാണ്. പൂച്ചയെ കെട്ടിയിട്ട് അതിന് ഭക്ഷണം കൊടുക്കാത്തതിൻ്റെ പേരിൽ നരകത്തിൽ പോയി എന്ന് ഹദീസിലുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒന്ന് അതിനെ അഴിച്ചു വിട്ടില്ല, രണ്ടാമത്തത് എന്നാൽ കൂട്ടിലിട്ടിട്ട് മര്യാദയ്ക്ക് ഭക്ഷണവും കൊടുത്തില്ല. അപ്പം ഇതിലേതെങ്കിലും ഒന്ന് ഉണ്ടാവണം, ഇല്ലെങ്കിൽ അത് നിഷിദ്ധമാണ്. ഒന്നുകിൽ അഴിച്ചു വിടണം, അല്ലെങ്കിൽ നന്നായി ഭക്ഷണം കൊടുക്കണം. ദാലിക ലിമൻ ഖാഫ മഖാമി വഖാഫ വഈദ്. അള്ളാഹുവിൻ്റെ വഈദുകളെ, താക്കീതുകളെ ഭയപ്പെടുക. അത് വലിയ വലിയ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിലെ ചെറിയ വിഷയങ്ങളിലുമുണ്ട്. ഈ സൂക്ഷ്മത ആരാണ് പുലർത്തുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും അത്തരം സൂക്ഷ്മത പുലർത്തുന്ന ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഗംഭീരമായ ഓഫറുകളൊക്കെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതാർക്കാണ്? അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കാതെ അതിന് മുമ്പുള്ളത് മാത്രം പറഞ്ഞ് ആവലാതിപ്പെടരുത്. ദാലിക ലിമൻ ഖാഫ മഖാമി വഖാഫ വഈദ്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിൻ്റെ താക്കീതുകളെ ഭയപ്പെടുന്ന, മഹ്ശറിനെ ഭയപ്പെടുന്ന സാത്വികരായ നല്ല മനുഷ്യന്മാർക്ക് അള്ളാഹുവിൻ്റെ വകയുള്ള വാഗ്ദാനമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും സഹായിക്കുമാറാകട്ടെ. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വസ്തഫ്തഹു. അവർ വിജയത്തിന് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്തു.
ഇസ്തഫ്തഹ എന്ന് പറഞ്ഞാൽ ഫതഹ്, വിജയം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും തേടുന്നതിനുമാണ് ഇസ്തഫ്തഹ എന്ന് പറയുന്നത്. ഫതഹിനെ തേടലാണത്. ഇസ്തഫ്തഹ യസ്തഫ്തിഹു ഇസ്തിഫ്താഹൻ. വസ്തഫ്തഹു, അവർ വിജയത്തെ തേടി. വഖാബ, അപ്പോൾ നശിക്കുകയുണ്ടായി. ഖാബ യഖീബു ഖൈബതൻ. വഖാബ കുല്ലു ജബ്ബാരിൻ, എല്ലാ അഹങ്കാരികളും താന്തോന്നികളും നശിപ്പിക്കപ്പെട്ടു. അനീദിൻ, എല്ലാ ധിക്കാരികളും അനുസരണം കെട്ടവരും. അനദയ അനിദു എന്ന് പറഞ്ഞാൽ സത്യം മനസ്സിലാക്കിയിട്ടും അതിനെ നിഷേധിക്കുന്നതിനാണ് അത് പറയുന്നത്. ഉനൂദ് എന്ന് പറഞ്ഞാൽ സത്യം മനസ്സിലാക്കി അതിനെ നിഷേധിക്കലാണ്. അനീദ് എന്ന് പറഞ്ഞാൽ സത്യം മനസ്സിലാക്കി നിഷേധിക്കുന്ന ആളുകൾ. സത്യം മനസ്സിലാക്കിയിട്ടും അതിനെ നിഷേധിക്കുകയും അഹങ്കരിക്കുകയും താന്തോന്നികളായി ജീവിക്കുകയും ചെയ്തവരെയെല്ലാം അള്ളാഹു നശിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ വസ്തഫ്തഹു, അവർ വിജയത്തെ തേടി. ഇതാരെക്കുറിച്ചാണ് പറഞ്ഞത്? 2 തഫ്സീറുകളാണുള്ളത്. അതിലൊന്ന് അംബിയാക്കൾ, മുർസലീങ്ങൾ. മഥാ നസ്റുല്ലാ, എവിടെയാണ് അള്ളാഹുവിൻ്റെ സഹായം എന്നവർ തേടുകയുണ്ടായി. ബദറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് സഹായം തേടിയതുപോലെ, അള്ളാഹുവേ, ഈ കൊച്ചു സംഘം ഇന്നിവിടെ നശിപ്പിക്കപ്പെട്ടാൽ, തോറ്റുപോയാൽ പിന്നെ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ആരും ഉണ്ടാവില്ല റബ്ബേ, അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തു. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ അവസാനമുള്ള റബ്ബിലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറാ ഇന്നക ഇൻ തദർഹും യുദില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറാ എന്നിങ്ങനെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തതുപോലെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവസാന ഘട്ടത്തിൽ ഫിർഔനിനെതിരിൽ ദുആ ചെയ്തതുപോലെ എല്ലാ അമ്പിയാക്കളും നാട്ടിൽ നിന്ന് പുറത്താക്കും, കൊന്നുകളയും എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ദുആ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അമ്പിയാക്കളും മുർസലീങ്ങളും വിശ്വാസികളും നടത്തുന്ന ഇസ്തിഫ്താഹാണ് ഇവിടെ ഉദ്ദേശം. വസ്തഫ്തഹു. അതേ സന്ദർഭത്തിൽ മറ്റു ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു, സത്യനിഷേധികളും ഈ രൂപത്തിൽ പ്രവാചകന്മാർ തെളിവുകൾ കൊണ്ട് സംസാരിച്ചപ്പോൾ തങ്ങളുള്ളതും സത്യത്തിലാണ് എന്ന് ധരിക്കുക, അത് ധിക്കാരം കൊണ്ടോ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടോ ധരിക്കുന്ന നിഷേധികളായ ആളുകളും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവേ, ഞങ്ങൾ കൂട്ടരിൽ ആരാണോ സത്യത്തിൻ്റെ ആളുകൾ അവരെ നീ വിജയിപ്പിക്കണമേ എന്നാരും പറഞ്ഞിട്ടുണ്ട്, സത്യനിഷേധികളും പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, അബൂജഹൽ ബദർ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ അബൂജഹൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് സ്വഹീഹായ ഹദീസുകളിലുണ്ട്. അള്ളാഹുവേ, സത്യത്തിൻ്റെ പക്ഷത്തെ നീ വിജയിപ്പിക്കണമേ. അതുകൊണ്ടാണ് ഇബ്നു ജരീർ അത്തബരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഇബ്നു സെയ്ദ് റഹിമഹുല്ലയുടെ തഫ്സീർ കൊണ്ടുവന്നത്. അദ്ദേഹം പറഞ്ഞു, ഇസ്തിഫ്താഹുഹും ബിൽ ബലാഇ, പരീക്ഷണമുണ്ടാകാൻ വേണ്ടിയുള്ള അവരുടെ പ്രാർത്ഥനയാണ് ഉദ്ദേശം. അല്ലാഹുമ്മ ഇൻ കാന ഹാദല്ലദീ അതാ ബിഹി മുഹമ്മദുൻ ഹുവൽ ഹഖ്ഖു മിൻ ഇൻദിക് ഫഅംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാ കമാ അംതർതഹാ അലാ ഖൗമി ലൂത്തിൻ അവിഅ്തിനാ ബിഅദാബിൻ അലീം. സൂറത്തുൽ അൻഫാലിൽ ഈ ആശയമുള്ള ആയത്തുണ്ട്. അവർ പറയാണ്, ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്ഖു മിൻ ഇൻദിക് ഫഅംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാ അവിഅ്തിനാ ബിഅദാബിൻ അലീം. അല്ലാഹുവേ, മുഹമ്മദ് നബി പറയുന്നത് സത്യമാണെങ്കിൽ നീ ഞങ്ങളുടെ മേൽ കല്ലുകൾ കൊണ്ടുള്ള മഴ പെയ്യിപ്പിക്കണേ, അല്ലെങ്കിൽ കഠിനമായ ശിക്ഷ ഞങ്ങൾക്ക് നൽകണേ എന്നവർ ദുആ ചെയ്തു എന്നാണ്. കാരണം നബി പറയുന്നതാണ് സത്യമെങ്കിൽ, അപ്പോൾ ഒന്നുകിൽ ധിക്കാരം കൊണ്ടാണ് അല്ലെങ്കിൽ അത്രമാത്രം അറിവില്ലായ്മ കൊണ്ടാണ് അവരങ്ങനെ ദുആ ചെയ്തത്. അതിനുശേഷമാണ് അവർ ശിക്ഷിക്കപ്പെട്ടത്. അവർ റബ്ബിനോട് പറഞ്ഞു, രണ്ടിലേതെങ്കിലും ഒന്ന്, ഏതാണ് ഹക്ക് എന്ന് ഞങ്ങൾക്ക് തെളിയിച്ചു തരണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അതേപോലെ തന്നെ ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, ഇഅ്തിനാ ബിമാ തഇദുനാ ഇൻ കുൻത മിനസ് സാദിഖീൻ, നീ സത്യസന്ധനാണെങ്കിൽ നീ പറയുന്ന ശിക്ഷ ഞങ്ങൾക്ക് കൊണ്ടുവാ, ഞങ്ങളൊന്ന് കാണട്ടെ, ഞങ്ങളൊന്ന് ശിക്ഷിക്കപ്പെടട്ടെ എന്നവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ പ്രവാചകന്മാരുടെയും സമൂഹം ഈ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അൻകബൂത്തിൽ മൊത്തത്തിൽ അള്ളാഹു അതിനെക്കുറിച്ച് പറഞ്ഞത് വയസ്തഅ്ജിലൂനക ബിൽ അദാബ്, അവർ ശിക്ഷയ്ക്ക് തിരക്ക് കൂട്ടുന്നു, ധൃതി കൂട്ടുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ വസ്തഫ്തഹു എന്ന് പറഞ്ഞത് ശിക്ഷ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സത്യനിഷേധികളുടെ പ്രാർത്ഥനയാണ്, സംസാരമാണ്. അപ്പോൾ ഇത് രണ്ടുമാവാം, ഇത് രണ്ടും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും അതിൻ്റെ ശരിയായ തഫ്സീറുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ അവർ ദുആ ചെയ്തപ്പോൾ വഖാബ കുല്ലു ജബ്ബാരിൻ അനീദ്,
എല്ലാ ജബ്ബാറുകൾ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ധിക്കാരികളും മോശമായി വിശ്വാസികളോട് പെരുമാറുന്ന താന്തോന്നികളായ ആളുകൾ, അതിനാണ് ജബ്ബാർ എന്ന് പറയുന്നത്. അവർ അഹങ്കാരികളാണ്, തോന്നിവാസികളാണ്, ജനങ്ങൾ അന്യായമായി ഉപദ്രവിക്കുന്നവരാണ്, ജബാബിറത്തിൻ്റെ ആളുകളാണ്. വസ്തഫ്തഹു വഖാബ കുല്ലു ജബ്ബാരിൻ, അങ്ങനെയുള്ളവർ നശിച്ചുപോയി എന്നാണ് അള്ളാഹു പറയുന്നത്. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം, ഇങ്ങനെ ഒരു പ്രാർത്ഥന വന്നതിന് ശേഷം, വഖാബ കുല്ലു ജബ്ബാരിൻ അനീദ്, എല്ലാ ജബ്ബാറുകളും സത്യം മനസ്സിലാക്കിയിട്ടും അതിനെ നിഷേധിച്ച അനീദുകളും നശിച്ചുപോയി. അതിൽ നേർക്ക് നേരെയുള്ള അർത്ഥം അതാണ്. പക്ഷേ അതിൽ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ആ പോയിന്റ്? അത് ഒരു ജനത ആത്മാർത്ഥമായി, നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിൻ്റെ താക്കീതുകളെ ജീവിച്ച് ഭയപ്പെടുന്ന ഒരു ജനത ആകാശത്തേക്ക് കൈയുയർത്തി, അള്ളാഹുവേ ഇനി നീയല്ലാതെ ഞങ്ങളെ രക്ഷിക്കാനില്ല റബ്ബേ, ഈ ജനത മുഴുവൻ ഞങ്ങൾക്കെതിരിലാണ്, എല്ലാവരും ഞങ്ങൾക്കെതിരിൽ തിരിഞ്ഞിരിക്കുന്നു, അള്ളാഹുവേ നീ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതാണ്. പക്ഷേ ഈ പ്രാർത്ഥന വളരെ കുറവാണ്. ഞാൻ പലപ്പോഴും എന്നെയും നിങ്ങളെയും വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്ന കാര്യം, ദുആ കുറവാണ് നമുക്ക്, അല്ലാത്ത ഡയലോഗുകളാണ് കൂടുതൽ. ശ്രദ്ധിച്ചു നോക്കൂ. ഓരോ വ്യക്തിയും തന്നോട് ചോദിക്കൂ, നമ്മുടെ വിഷയത്തിൽ, നമുക്ക് ഭീതിയുള്ള വിഷയത്തിൽ, നമ്മെ ഭയപ്പെടുത്തുന്ന ആളുകളുടെ കാര്യത്തിൽ, നമ്മുടെ നാടുകളിലുള്ള വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളുടെ വിഷയത്തിൽ പടച്ച റബ്ബിനോട് തഹജ്ജുദ് നമസ്കരിച്ച് ദുആ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ സുജൂദുകളിൽ ആ ദുആ വരുന്നുണ്ടോ? നമ്മുടെ തശഹുദുകളിൽ ആ ദുആ വരുന്നുണ്ടോ? രാത്രിയുടെ അവസാന യാമങ്ങളിൽ ആ ദുആ വരുന്നുണ്ടോ? നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ദുആ ചെയ്യുന്നു, കച്ചവടം, ഭാര്യ, വാഹനം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെയാണ് അധികവും ദുആ. പക്ഷേ പലപ്പോഴും നമ്മുടെ ദുആകളിൽ ഈ ഒരു വിഷയം കടന്നു വരുന്നില്ല. മറിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരു രക്ഷയുമില്ലാതിരിക്കുമ്പോൾ, എല്ലാ നീതിയും ന്യായവും എല്ലാം അസ്തമിച്ചു പോവുകയും സത്യസന്ധത എവിടെയും കാണാതിരിക്കുകയും ക്രൂരന്മാർ മാത്രം വളരുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ റഹ്മാനായ റബ്ബ് എല്ലാം കാണുന്നുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിന്റെ രക്ഷിതാവ് നിരീക്ഷണ സ്ഥാനത്തിരുന്നു കൊണ്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ റബ്ബിനോട് കൈകളുയർത്തി ഇസ്തിഫ്താഹിനെ തേടണം, വിജയത്തെ തേടണം, സത്യത്തിൻ്റെ പക്ഷത്തെ വിജയിപ്പിക്കാൻ വേണ്ടി റബ്ബിനോട് പറയണം. പ്രവൃത്തിയും പ്രാർത്ഥനയും ഒത്തുവന്നാൽ ذَلِكَ لِمَنْ خَافَ مَقَامِي وَخَافَ وَعِيدِ وَاسْتَفْتَحُوا, അമല് ചെയ്തിട്ടാണ് ദുആ. അമലൊന്നുമില്ലാതെയുള്ള ദുആ അല്ല, മറിച്ച് അമലും വേണം ദുആയും വേണം. ഇത് രണ്ടും കൂടി ഒത്തുവന്നപ്പോൾ വസ്തഫ്തഹു വഖാബ കുല്ലു ജബ്ബാരിൻ അനീദ്, എല്ലാ അനീദുകളും ജബ്ബാറുകളും നശിച്ചു എന്നാണ് റബ്ബ് പറയുന്നത്. അത് സംഭവിക്കുന്നത് റഹ്മാനായ റബ്ബിൻ്റെ സുന്നത്താണ്. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളിൽ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം. അങ്ങനെ ആ ജബാബിറത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ, തെമ്മാടിത്തത്തിൻ്റെ ആളുകൾ നശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവിടെ തീരൂല, അത് ദുനിയാവിലുള്ളതാണ്. മിൻ വറാഇഹി ജഹന്നം, അവർക്ക് പിറകെ നരകം വരാനുണ്ട്. ഇവിടെ വറാ കൊണ്ട് ഉദ്ദേശം മിൻ അമാമിഹി എന്നാണ് തഫ്സീറുള്ളത്. അവർക്ക് മുന്നിൽ, അഥവാ ഇത് കഴിഞ്ഞാൽ ഇനി ഫ്യൂച്ചറിൽ വരാനുള്ളത് മിൻ വറാഇഹി, അവരുടെ പിറകിലുണ്ട്, അഥവാ അവരുടെ മുന്നിൽ വരാനിരിക്കുന്നു. എന്ത് വരാനിരിക്കുന്നു? ജഹന്നം, കത്തിയാളുന്ന നരകം. ജഹന്നം എന്ന് പറഞ്ഞാൽ നരകമാണ്. പക്ഷെ ആ വേർഡ് അർത്ഥമാക്കുന്നത് സാധാരണ നിലക്ക് വളരെ വലിയ ആഴമുള്ള കിണറുകൾക്ക് ഉപയോഗിക്കുന്ന പദമാണ്. അപ്പം ജഹന്നം എന്ന് പറഞ്ഞാൽ ആഴമേറിയ നരകമാണ്. ആഴമേറിയ നരകം. മിൻ വറാഇഹി ജഹന്നമു. അതിനു പുറമെ ആ വ്യക്തിയുടെ, അഥവാ ആ ജബ്ബാർ എന്ന് പറഞ്ഞ, അനീദ് എന്ന് പറഞ്ഞ പോക്കിരിയുണ്ടല്ലോ, വിശ്വാസികളെ ഉപദ്രവിച്ച ആള്, ആ വ്യക്തിയെ അള്ളാഹു ഭൂമിയിൽ വെച്ച് നശിപ്പിക്കും. അതിനുശേഷം നരകശിക്ഷയാണ് അവർക്കുള്ളത്. മിൻ വറാഇഹി ജഹന്നം. തീർന്നില്ല, അവർ ചെയ്ത ഏറ്റവും മോശമായ പ്രവർത്തനം എന്താണ്? ഒന്ന്, അവർ ശിർക്ക് ചെയ്തു. രണ്ട്, ആ അറിവില്ലായ്മയെ തിരുത്താൻ വേണ്ടി അള്ളാഹു പ്രവാചകന്മാരെ അയച്ചപ്പോൾ അവരെ ധിക്കരിച്ചു. വേദഗ്രന്ഥങ്ങൾ അയച്ചപ്പോൾ അതിനെ നിഷേധിച്ചു. ഒട്ടനവധി മുഅ്ജിസത്തുകൾ പ്രകടമായപ്പോൾ
അഹങ്കാരം കൊണ്ട് അതിനെയൊക്കെ തള്ളിക്കളഞ്ഞു. വ്യക്തമായ സംവാദങ്ങൾ പ്രവാചകന്മാർ നടത്തിയപ്പോൾ ചിന്തിക്കാൻ തയ്യാറായില്ല. പിന്നെയോ അതിനു പുറമെ നിങ്ങളെ ഞങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള അഹങ്കാരവും ധിക്കാരവും. അത്രയും മോശമായ പ്രവർത്തനമായതുകൊണ്ട് തന്നെ അവർക്ക് നരകമുണ്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നോക്കൂ, വയുസ്ഖാ, അവർ കുടിപ്പിക്കപ്പെടും. സഖിയ യസ്ഖ എന്ന് പറഞ്ഞാൽ കുടിപ്പിക്കപ്പെടുക, കുടിക്കുക. വയുസ്ഖാ, അവർ കുടിപ്പിക്കപ്പെടും. എവിടുന്ന്? മിൻ മാഇൻ സദീദിൻ, സദീദിൻ്റെ ജലം, സദീദിൻ്റെ നീര്, അതിൽ നിന്നാണ് അവർ കുടിപ്പിക്കപ്പെടുന്നത്. എന്താണ് സദീദ് എന്ന് പറഞ്ഞാൽ? തഫ്സീറുകളിലൊക്കെ കാണാം, ഭാഷാ ഡിക്ഷണറികളിലും കാണാം. സദീദ് എന്ന് പറഞ്ഞാൽ രക്തവും ചലവും കൂടി ചേർന്ന ദ്രാവകമാണ്. മനുഷ്യ ശരീരത്തിൽ മുറിവുകളുണ്ടായാലും പഴുപ്പുകളുണ്ടായാലും ആ പഴുപ്പിൽ നിന്നും മുറിവിൽ നിന്നും പുറത്തു വരുന്ന രക്തവും ചലവും കൂടി കലർന്ന ദ്രാവകത്തിനാണ്, മാഇനാണ് സദീദ് എന്ന് പറയുന്നത്. അതിനാണ് തീനത്തു ഖബാൽ എന്ന് ഹദീസിൽ, സ്വഹീഹായ ഹദീസിൽ അത് വന്നിട്ടുണ്ട്. തീനത്തു ഖബാൽ എന്താണ്? തീനത്തു ഖബാൽ എന്ന് പറഞ്ഞാൽ ഉസാറത്തു അഹിലിന്നാർ എന്നാണ്. നരകത്തിലെ ആളുകളെ പിഴിഞ്ഞുള്ള ജ്യൂസിനാണ് അത് പറയുന്നത്. അപ്പോൾ അത് എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്? നരകത്തിലെ ആളുകൾ. കാരണം നമുക്കറിയാം, തൊലി പൊള്ളിയാൽ, തീ കൊണ്ട് തൊലിക്ക് പൊള്ളലേറ്റാൽ ആ തൊലിയുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. ആ മനുഷ്യനെ പിഴിഞ്ഞെടുക്കുന്നതാണ് നരകത്തിൽ. വല്ലാഹുൽ മുസ്തആൻ വഅലൈഹി തുഖലാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നരകത്തിൽ നിന്ന് വിദൂരമായി നമ്മെ അകറ്റട്ടെ. നരകശിക്ഷ ഏൽക്കാതെ തന്നെ സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഈ നരകത്തിലെ ആളുകളുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന ദുർഗന്ധവും അങ്ങേയറ്റം മോശമായതും കൈപ്പേറിയതും ഒരു നിലക്കും കുടിക്കാൻ പറ്റാത്തതുമായ സദീദിൽ നിന്ന് അവർക്ക് കുടിക്കാൻ കൊടുക്കും. വ്യത്യസ്തങ്ങളായ പാനീയങ്ങൾ നരകത്തിലുണ്ട്. ചുട്ടു തിളച്ചതുണ്ട്, മുള്ളു പോലെയുള്ളതുണ്ട്, വിഷമുള്ളതുണ്ട്, വലിയ വിഷമുള്ള പാനീയങ്ങളുണ്ട്, എല്ലാമുണ്ട്. അക്കൂട്ടത്തിലുള്ളതാണൊന്ന് സദീദ്, നരകത്തിലെ ആളുകളുടെ രക്തവും ചലവും കലർന്ന ആ ദ്രാവകം. അത് അവർ അർഹിക്കുന്ന ശിക്ഷയാണത്. അള്ളാഹുവിനെ പറയുമ്പോൾ യാതൊരു ലൈസൻസും ഇല്ലാതെ പറയുന്ന ആളുകൾ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോൾ ഒരു സാധാരണ മനുഷ്യന് പോലും കൊടുക്കേണ്ടുന്ന യാതൊരു ബഹുമാനവും കൊടുക്കാതെ സംസാരിക്കുന്നവർ, ദീനിനെയും മുസ്ലിമീങ്ങളെയും നിരന്തരം കളിയാക്കുന്നവർ, പരിഹസിക്കുന്നവർ, അവരുടെ ആ നാവിലൂടെ, അവരുടെ ആ വായയിലൂടെ ഇത് ഇറങ്ങേണ്ടത് തന്നെ, അതവർ അർഹിക്കുന്നത് തന്നെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഖലഖ ജഹന്നം. നരകത്തെ സൃഷ്ടിച്ച റഹ്മാനായ റബ്ബിന് സർവസ്തുതിയും. അള്ളാഹു നമ്മെ ആ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവർക്കുള്ള ശിക്ഷയാണത്. അതുകൊണ്ട് എന്താണ് അവർ ശിക്ഷിക്കപ്പെടാത്തത്, എന്താണ് അവർ ശിക്ഷിക്കപ്പെടാത്തത് എന്നാരും ബേജാറാവണ്ട. അള്ളാഹു പറയുന്നത് വരാനുണ്ട്. മിൻ വറാഇഹി ജഹന്നം വയുസ്ഖാ മിൻ മാഇൻ സദീദ്. ആ ശിക്ഷ അവരനുഭവിക്കുന്നത് സ്വർഗത്തിലിരുന്ന് കാണാനുള്ള ചാൻസ് അള്ളാഹു വിശ്വാസികൾക്ക് നൽകും. അലല്ലറായികി യൻളുറൂൻ, ചാരു കസേരകളിലിരുന്നവർ നോക്കിക്കൊണ്ടിരിക്കും. ഹൽ സുവിബൽ കുഫാറു മാ കാനൂ യഫ്അലൂൻ, സത്യനിഷേധികൾ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കപ്പെടുന്നുണ്ടോ എന്ന് സ്വർഗത്തിലിരുന്ന് ചാരു കസേരകളിലിരുന്ന് അവർ നരകത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവിടുന്ന് കാണാത്തത് കൊണ്ട് ബേജാറ് വേണ്ട. വിശ്വാസികൾക്ക് അള്ളാഹു അതിനുള്ള അവസരം പരലോകത്ത് നൽകുന്നതാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇങ്ങനെ ഈ ദ്രാവകം, വളരെ മോശമായ ഈ പാനീയം ലഭിക്കുമ്പോൾ യതജറഉഹു, ദാഹത്തിൻ്റെ കാഠിന്യം കൊണ്ട് അവർ അതിനെ കുടിച്ചിറക്കുന്നതാണ്. യതജറഉ എന്ന് പറഞ്ഞാൽ ഇറക്കാൻ വേണ്ടി ശ്രമിക്കലാണത്. അഥവാ ഷൈഅൻ ഫഷൈഅൻ,
നല്ല ചൂടുള്ള ചായ ഒരാൾ എങ്ങനെയാണ് കുടിക്കുക? നമുക്കറിയാം, നല്ല ചൂടുള്ള വെള്ളം, നല്ല ചൂടുള്ള ചായ മെല്ലെ മെല്ലെയാണല്ലോ കുടിക്കുക. ഷെയ്അൻ ഫഷെയ്അൻ, അതിനാണ് തജറഅ എന്ന് പറയുന്നത്. യതജറഉഹു, അവർ മെല്ലെ മെല്ലെ കുടിക്കാൻ ശ്രമിക്കും. എന്നാൽ വലാ യകാദു യുസീഗുഹു, അത് തൊണ്ടയിലൂടെ ഇറക്കാൻ അവർക്ക് കഴിയില്ല. അവിടെ ഉലമാക്കൾ പറഞ്ഞത് വലാ യകാദു യുസീഗുഹു. കാദ എന്ന വേർഡ് രണ്ടർത്ഥത്തിൽ അറബി ഭാഷയിൽ ഉപയോഗിക്കും. ഒന്ന്, തീരെ അതിനോട് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ, കാദ യക്കാദു കൗദൻ എന്ന് പറഞ്ഞാൽ അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുക എന്നാണ്. അപ്പോൾ നടക്കാത്ത ഒന്നിന് ഉപയോഗിക്കുമ്പോൾ ലം യക്കദ് അല്ലെങ്കിൽ ലാ യക്കാദ് ഉപയോഗിക്കും. എന്നാൽ പ്രയാസത്തോടുകൂടി നടന്നതിനും ഇതേ വേർഡ് ഉപയോഗിക്കും. തീരെ നടക്കാത്തതിനും ഉപയോഗിക്കും. ലം യക്കദ് യറാഹ എന്ന് ഖുറാനിലുണ്ട്, അവിടെ തീരെ കാണാൻ പറ്റൂല. എന്നാൽ ഇവിടെ ലാ യക്കാദു യുസീഹു എന്നുള്ള പ്രയോഗത്തിൻ്റെ അർത്ഥം തീരെ ഇറക്കൂല എന്നല്ല, മറിച്ച് ശ്രമിച്ച് പരിശ്രമിച്ച് ഇറക്കാൻ പറ്റൂല എന്ന് നമുക്ക് 99% തോന്നുന്ന ഒരവസ്ഥയായിരിക്കും. പക്ഷെ ദാഹത്തിൻ്റെ കാഠിന്യം കൊണ്ട് അവരതെങ്ങനെയോ വയറ്റിലെത്തിക്കുന്നതാണ്. യതജറഉഹു, അവരത് ഇറക്കും. വലാ യകാദു യുസീഗുഹു, എന്നാൽ തൊണ്ടയെ കൂടി അതവർക്ക് ഇറക്കാൻ പറ്റാത്ത അത്രയും, എന്നാൽ വിഷമിച്ച് ദാഹത്തിൻ്റെ കാഠിന്യം കൊണ്ട് അത് ഇറക്കുമ്പോൾ കുടലുകൾ ഫഖത്തഅ അംആഅഹും, സൂറത്ത് മുഹമ്മദിൽ പറഞ്ഞതുപോലെ. പക്ഷെ അതങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കുടലുകളെല്ലാം മുറിഞ്ഞ് കരിഞ്ഞ് കഷ്ണമായി അവരുടെ ദുബറിലൂടെ, പിൻദ്വാരത്തിലൂടെ അത് പുറത്തേക്ക് പോകുന്നതാണ്. വല്ലാഹുൽ മുസ്തആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് വിശ്വാസികളുടെ പ്രാർത്ഥന, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. ഇത് ഇബാദുർ റഹ്മാൻ്റെ ദുആണ്. നമ്മുടെ ദുആയിൽ ഇത് എപ്പോഴും ഉണ്ടാവണം. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റബ്ബേ, അത് വളരെ മോശമായൊരു സ്ഥലമാണ്, അവിടുത്തെ ശിക്ഷ സഹിക്കാൻ പറ്റാത്തതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആ നിലക്കുള്ള പാനീയം എങ്ങനെയൊക്കെയോ അവർ കുടിച്ചിറക്കിയാലും അതുകൊണ്ട് ദുരിതമാണ്, അല്ലാതെ ദാഹം മാറുകയൊന്നുമില്ല. തീർന്നില്ല, ഈ ഒരു ദുരന്തം കൊണ്ട് വയതീഹിൽ മൗതു, മരണം അവരിലേക്ക് വന്നെത്തും. മിൻ കുല്ലി മക്കാനിൻ, എല്ലാ സ്ഥലത്തു നിന്നും. വയതീഹിൽ മൗതു മിൻ കുല്ലി മക്കാനിൻ, എല്ലായിടത്തു നിന്നും മരണം അവരിലേക്ക് വന്നെത്തും. എന്നാൽ വമാഹു വബിമയ്യിത്തിൻ, നാം മരിക്കുമോ? ഇല്ല, മരിക്കൂല. എന്തുകൊണ്ട്? മരണം എന്ന പ്രതിഭാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നതാണ്? അറുത്ത് കളയുന്നതാണ്. ഒരാടിൻ്റെ രൂപത്തിൽ കൊണ്ടുവന്നിട്ട് മരണത്തെ അല്ലാഹു സ്വർഗ്ഗക്കാരും നരകക്കാരും കാണെ അറുക്കും. സ്വർഗ്ഗക്കാരോട് ചോദിക്കും, ഇതെന്താണെന്നറിയാമോ? ഒരാടിൻ്റെ രൂപത്തിലാണ് കൊണ്ടുവരിക. സ്വർഗ്ഗക്കാർ പറയും അത് മരണമാണ്, നരകക്കാരും പറയും അത് മരണമാണ്. അങ്ങനെ സ്വർഗ്ഗക്കാരും നരകക്കാരും കാണെ ഈ ആടിനെ അള്ളാഹു അറക്കും. യഥാർത്ഥത്തിൽ മരണത്തെയാണ് അറക്കുന്നത്, അല്ലെങ്കിൽ മരണമെന്ന് അതെന്താണ് നമുക്കറിയില്ല. ഗൈബിയായ ഒരു കാര്യമാണ്. അതെന്താണ്? അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്നറിയാം, പക്ഷെ അത് ഗൈബിയാണ്. മരിച്ചവർക്കേ മരണം എന്താണെന്നറിയൂ. അതുകൊണ്ടാണ് മഹ്ശറിൽ ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ അത് മരണമാണെന്ന് പറയാൻ പറ്റുന്നത്. മരണത്തെ കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഒരവസ്ഥ മരിക്കുന്നവന് മാത്രമേ പറയാൻ പറ്റൂ, അല്ലാത്തൊരാൾക്കും പറയാൻ പറ്റൂല. അതുകൊണ്ട് മരണം ഇല്ലാത്തൊരവസ്ഥ അള്ളാഹു ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ മരിക്കൂല. പക്ഷേ മരണത്തിൻ്റെ മുമ്പ് അനുഭവിക്കുന്ന എന്തെല്ലാം വേദനകളുണ്ടോ അതൊക്കെ അവിടെ സഹിക്കേണ്ടി വരും. അതാണ് ഇവിടെ വയതീഹിൽ മൗത്തു എന്ന് പറഞ്ഞത്. മിൻ കുല്ലി മക്കാനിൻ, എല്ലാ സ്ഥലത്തു നിന്നും. എന്ന് പറഞ്ഞാൽ വലത്തുനിന്ന്, ഇടത്തുനിന്ന്, മുന്നിൽ നിന്ന്, പിറകിൽ നിന്ന്, തലയിൽ നിന്ന്, കാൽഭാഗത്ത്, എവിടെ നിന്നാണ് ഈ വേദന വരുന്നത്? കാലിലൂടെ, കൈകളിലൂടെ, നെഞ്ചിലൂടെ. എത്രത്തോളം? ചില തഫ്സീറുകളിൽ കാണാം, അവരുടെ തലമുടിയുടെ അറ്റത്ത് നിന്ന് പോലും മരണത്തിൻ്റെ വേദന അവർ സഹിക്കേണ്ടതാണ്. പക്ഷെ എന്നാൽ മരിക്കോ? ഇല്ല. കാരണം എന്താണ്? സ്വർഗ്ഗക്കാർക്കും മരണമില്ല, നരകക്കാർക്കും മരണമില്ല. അതുകൊണ്ട് മരിക്കുകയില്ല, എന്നാൽ ജീവിക്കോ? ഇല്ല. കാരണം ഈ മരണത്തിൻ്റെ ഒരു ഭീകരാവസ്ഥ എപ്പോഴും അനുഭവിക്കണം നരകത്തിൽ. വല്ലാഹുൽ മുസ്തആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു പറയാണ്, ഇത് ചെറിയൊരു കാര്യമാണ്. വമിൻ വറാഇഹി, അതിനു പുറമെയുണ്ട്. അല്ലാഹു കാക്കട്ടെ. വമിൻ വറാഇഹി, അതിനു പുറമെയുണ്ട്. അദാബുൻ ഗലീൽ, പരുക്കനായ ശിക്ഷ വേറെയുമുണ്ട്. ഗലീൽ എന്ന് പറഞ്ഞാൽ പരുപരുത്തത്, വളരെ ഗൗരവമുള്ളത്. അപ്പോൾ ഈ പറഞ്ഞതോ?
യതജറഉഹു വലാ യകാദു വയുസ്ഖാ, അവർക്ക് കുടിപ്പിക്കപ്പെടും മിൻ മാഇൻ സദീദ്, ഈ പറഞ്ഞ സദീദിൽ നിന്ന്. യതജറഉഹു, അവരത് കുടിക്കാൻ ശ്രമിക്കും. വലാ യകാദു യുസീഗു, അവർക്കത് ഇറക്കാൻ പറ്റൂല. ഇനി ഇറക്കിയാൽ തന്നെ വയഅതീൽ മൗതു മിൻ കുല്ലി മക്കാനിൻ, എല്ലായിടത്തുനിന്നും മരണം വരുന്നത് പോലൊരു ഫീലിംഗ് ആണെന്നാണ്. ഇത് തന്നെ എത്ര വലുതാണ്. എന്നിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വമിൻ വറാഇഹി, ഇതിന് പുറമെയാണ് വലിയ ശിക്ഷ വേറെ വരുന്നത്. അതെന്തായിരിക്കും? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഹദീസിൽ വന്നിട്ടുണ്ട് അതൊക്കെ. നരകവുമായി ബന്ധപ്പെട്ട ഡസൻ കണക്കിന് ഹദീസുകളുണ്ട്. അതൊക്കെ ഒന്ന് വായിക്കണം, അപ്പോഴേ അതിൻ്റെ ഒരു ഗൗരവം ഉണ്ടാവുള്ളൂ. നരകത്തെ നമ്മൾ അറിയണം, എങ്കിലേ നരകത്തെ പേടിക്കൂ. സ്വർഗത്തെ നമ്മൾ അറിയണം, എങ്കിലേ സ്വർഗത്തെ നമ്മൾ കൊതിക്കുള്ളൂ. വമിൻ വറാഇഹി അദാബുൻ ഖലീൽ, അതിന് പുറമെ ഖലീലായ ശിക്ഷ ഉണ്ട്. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത്ത് മുസ്തഖറൻ വ മുഖാമ. അള്ളാഹു നമ്മെ നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് മറ്റു ഭാഗങ്ങൾ അടുത്ത ദർസിൽ നമുക്ക് വിശദീകരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കിതൊക്കെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ അറിയിച്ചു തരികയാണ്. എല്ലാം അറിയാവുന്ന വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, പടച്ച റബ്ബിനെ പോലെ നിങ്ങൾക്ക് സൂക്ഷ്മജ്ഞാനം നൽകുന്ന വേറെ ആരുമില്ല. അള്ളാഹു പറഞ്ഞു തരികയാണ് നമ്മുടെ ഓരോ അവസ്ഥയും. ഇതൊക്കെ പറഞ്ഞു തന്നു. ആ പറഞ്ഞു തന്ന ആയത്തുകൾ കാണാനും പഠിക്കാനും മനസ്സിലാക്കാനും അവസരം ഉണ്ടായിട്ടും നരകത്ത് പോകുന്ന ആളുകളിൽ നാം ഒരിക്കലും ഉൾപ്പെടാൻ പാടില്ല. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് പഠിക്കുക, പഠിച്ചത് ജീവിതത്തിൽ അമലാക്കുക. നമ്മൾ അമലാക്കുന്നതോടൊപ്പം നാം നമ്മുടെ മക്കളെ, ഇണകളെ, നമ്മുടെ കുടുംബക്കാരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അവർക്കും എത്തിച്ചു കൊടുക്കുക, അവർക്കും പറഞ്ഞു കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ അള്ളാഹു നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ. ഈമാനികമായ ഇസ്ലാമികമായ ഒരു ജീവിതം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. സത്യനിഷേധികളുടെ കുതന്ത്രങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗങ്ങളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും മറ്റു പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാനും മുസ്ലിമീങ്ങളായി മരണപ്പെടാനുമുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണേ. അള്ളാഹുവേ, നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണേ. അള്ളാഹുവേ, നീ ഞങ്ങളെ നരകശിക്ഷയിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നും കാക്കണേ റബ്ബേ. അള്ളാഹുവേ, നീ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. അള്ളാഹുവേ, നീ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യണേ റബ്ബേ. ഞങ്ങളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ റബ്ബേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗ്ഗലോകത്ത് ഇതേപോലെ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.